ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 44 പ്രവാസികളെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു. തൊഴിൽ താമസം നിയമലംഘനം സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 1527 പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെ പിടികൂടുകയും 44 അനധികൃത വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു. 20 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 14 ക്യാമ്പയിനുകൾ നടന്നു. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, വാണിജ്യ വ്യവസായ മന്ത്രാലയം, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ. തൊഴിൽ വിപണിയുടെ സ്ഥിരതയെയും മത്സരക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഗവൺമെന്റ് ഏജൻസികളുമായി സഹകരിച്ചുള്ള പരിശോധന തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. ടൂറിസ്റ്റ് വിസകളുടെ ദുരുപയോഗം തടയുന്നതിനും ടൂറിസ്റ്റ് വിസയിലെത്തി തൊഴിൽ തേടുന്നത് തടയാനുമായി രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിലുടമകൾ നൽകുന്ന ശരിയായ പെർമിറ്റുകളില്ലാതെ ജോലിക്കായി എത്തുന്നവരെ പിടികൂടണമെന്നാണ് അധികൃതരുടെ നിലപാട്. നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നത് തൊഴിൽ സ്ഥലങ്ങളിലും വിവിധ പരിശോധനകൾ കർശനമാക്കുമെന്നും LRMA അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസകരമായി ഇൻഡെംനിറ്റി ആനുകൂല്യം സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറക്കി. ഇനി മുതൽ ജോലി അവസാനിപ്പിക്കുമ്പോൾ പ്രവാസികൾക്ക് ലഭിക്കേണ്ട അവരുടെ ഇൻഡെംനിറ്റി ആനുകൂല്യം ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ വരും. പ്രവാസികളുടെ ഇത് സംബന്ധിച്ചുള്ള പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിലേക്ക് തൊഴിലുടമകൾ പ്രതിമാസ വിഹിതമായി നൽകേണ്ടതുള്ള തുക സ്വകാര്യ മേഖലയിലെ തൊഴിൽ അവസാനിപ്പിച്ചു പോകുന്ന പ്രവാസികൾക്ക് ഉടൻ തന്നെ അക്കൗണ്ടിൽ പുതിയ സംവിധാനം വഴി ലഭ്യമാകും. തൊഴിൽ അവസാനിച്ചാലുള്ള ആനുകൂല്യത്തിനായുള്ള നടപടിക്രമങ്ങളും ലളിതമാക്കിയിട്ടുണ്ട്. ഇതിനായി കാലതാമസം ഉണ്ടാകില്ലെന്നതും പ്രവാസികൾക്ക് ആശ്വാസകരമാകും. ഒമാനിൽ ബാങ്ക് ട്രാൻസ്ഫറിന്റെ പേരിലുള്ള കബളിപ്പിക്കൽ തുടർക്കഥയാകുന്നു. ഫേക്ക് സ്ക്രീൻഷോട്ടുകളും റിക്വസ്റ്റ് മെസ്സേജും കാട്ടിയാണ് കച്ചവടക്കാരെ വീഴ്ത്തുന്നത്. ഇതിനെ തുടർന്ന് റോയൽ ഒമാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ബാങ്കിംഗ് ഇടപാടുകൾ പേയ്മെന്റിലേക്ക് മാറിയതോടെ ഈ മേഖലയിൽ തട്ടിപ്പുമായി വിരുദ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കച്ചവടക്കാരുമായി സാധനങ്ങൾ വിലപേശി ഉറപ്പിച്ച ശേഷം മൊബൈൽ വഴിയുള്ള പണമിടപാടിന് നമ്പർ ആവശ്യപ്പെടുന്നതാണ് ആദ്യം ചെയ്യുന്നത്. പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കാനായി അയച്ചതിന്റെ തെളിവ് കാണിച്ചു കൊടുത്ത് വേഗത്തിൽ കടന്നുകളയും. എന്നാൽ ഫോണിലേക്ക് വന്നത് പണം എത്തിയതിന്റെ അറിയിപ്പല്ലെന്നും റിക്വസ്റ്റ് മെസ്സേജ് ആണെന്നും പലർക്കും പിന്നീടാണ് മനസ്സിലാവുക. മത്രയിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനായ മലയാളിയും മറ്റൊരു പാകിസ്ഥാനിയും ഇത്തരത്തിൽ കബളിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതേസമയം ക്യാഷ് പ്രൈസ് വാഗ്ദാനം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ ബാങ്കിന്റെ പേരിൽ മത്സരം നടത്തുന്നത് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പിലുണ്ട്. OTPയും ഇലക്ട്രോണിക് ലിങ്ക് നൽകി വ്യക്തിപരവും ബാങ്കിംഗ് വിവരങ്ങളും കയ്യിലാക്കിയാണ് ഇരകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്നതെന്നും പോലീസ് അറിയിച്ചു. സംശയാസ്പദമായ സന്ദേശങ്ങൾ അവഗണിക്കാനും തട്ടിപ്പുകളെക്കുറിച്ച് അധികൃതരെ ഉടൻ അറിയിക്കാനും പോലീസ് ആവശ്യപ്പെട്ടു. ചെറിയ കുട്ടികളുമായി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവിധം നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത പിഴ മുന്നറിയിപ്പുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്ത്. UAE ദേശീയ ദിനമായ ഈദ് അൽ ഇത്തിഹാദ് ആഘോഷത്തിനിടെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് സൗജന്യ ചൈൽഡ് കാർ സീറ്റുകൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവേ RTA CEO ഹുസൈൻ അൽ പന്നയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നവജാത ശിശുക്കൾ ഉൾപ്പെടെ ചെറിയ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചൈൽഡ് കാർ സീറ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയോ 145 സെന്റിമീറ്ററിൽ താഴെയുള്ള കുട്ടികളെയോ മുൻ സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ നിയമലംഘനത്തിന് 400 ദിർഹം പിഴ ചുമത്തും. കൂടാതെ 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉചിതമായ ചൈൽഡ് പ്രൊട്ടക്ഷൻ സീറ്റുകളിലല്ലാതെ കൊണ്ടുപോകുന്നവർക്കും 400 ദിർഹം പിഴയായി ഈടാക്കും. ദുബൈയിലെ 24 ആശുപത്രികളിലായി ഡിസംബർ 1-നും 5-നും ഇടയിൽ പ്രസവിച്ച അമ്മമാർക്ക് 450 ചൈൽഡ് കാർ സീറ്റുകൾ കൈമാറിയിട്ടുണ്ട്. ദുബായ് പോലീസ്, ദുബായ് ഹെൽത്ത് അതോറിറ്റി, യൂണിസെഫ് എന്നിവയുൾപ്പെടെ മൈ ബേബീസ് ഗിഫ്റ്റ് ഓൺ ഈദ് അൽ ഇത്തിഹാദ് പദ്ധതിയുടെ പങ്കാളികളെയും പിന്തുണക്കാരെയും RTAയുടെ
ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി CEO ഹുസൈൻ അൽബന്ന പ്രശംസിച്ചു. സന്ദർശകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നൈറ്റ് സഫാരി ദുബൈ സഫാരി പാർക്കിൽ ഉടൻ ആരംഭിക്കും. ഡിസംബർ 13 മുതലാണ് ദുബൈ സഫാരി പാർക്കിൽ രാത്രികാല സന്ദർശനം ആരംഭിക്കുക. ഇതോടെ താമസക്കാർക്കും സന്ദർശകർക്കും രാത്രികാലങ്ങളിൽ വന്യജീവികളെ ആസ്വദിക്കാനുള്ള അവസരം നൽകും. മറ്റ് നിരവധി പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിച്ച് നൈറ്റ് സഫാരി ഒരു പരിമിത കാലയളവിലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്യും. 2024 ഡിസംബർ 13 മുതൽ 2025 ജാനുവരി 12 വരെയായിരിക്കും സഫാരി പാർക്കിന്റെ പ്രവർത്തന സമയം രാത്രിയിലേക്ക് കൂടി നീട്ടുക. വൈകിട്ട് 6 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പാർക്ക് അധികമായി തുറന്നു പ്രവർത്തിക്കുക. ഡിസംബർ 11 മുതൽ നൈറ്റ് സഫാരിക്കുള്ള ടിക്കറ്റുകൾ ലഭ്യമാകും. സമയം ദീർഘിപ്പിച്ച നടപടി സന്ദർശകരെ വന്യജീവികളുമായി പുതിയ രീതിയിൽ ഇടപഴകാൻ അനുവദിക്കും. വിദഗ്ധ വൈൽഡ് ലൈഫ് ഗൈഡുകൾ നയിക്കുന്ന 2 രാത്രി സഫാരികൾക്കിടയിൽ സന്ദർശകർക്ക് മൃഗങ്ങൾ ഉൾപ്പെടുന്ന സംവേദനാത്മക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം 90-ലധികം ഇനങ്ങളുടെ രാത്രികാല ദിനചര്യകൾ കാണാൻ കഴിയും. കൂടാതെ ഒരു ആഫ്രിക്കൻ ഫയർ ഷോയും നിയോൺ ഷോയും ഉൾപ്പെടെയുള്ള തത്സമയ പ്രകടനങ്ങളുടെ ഒരു നിര സന്ദർശകരെ വിസ്മയിപ്പിക്കും. ഗസ്റ്റ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ ഹജ്ജ് ഉംറ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 4ാമത് ഹജ്ജ് സമ്മേളനവും പ്രദർശനമേളയും ജനുവരി 13 മുതൽ 16 വരെ ജിദ്ദയിലെ സൂപ്പർ ഡോമിൽ നടക്കും. വിവിധ രാജ്യങ്ങളിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിമാർ, സ്ഥാനപതിമാർ, പൊതു സ്വകാര്യ NGO മേഖലകളിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. അനുഭവങ്ങളും അറിവുകളും കൈമാറ്റം ചെയ്യുന്നതിനും ഈ സുപ്രധാന മേഖലയിലെ സേവനദാതാക്കൾക്കിടയിൽ മത്സരക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപരവും സമഗ്രവുമായ വേദിയാണ് ഹജ്ജ് സമ്മേളനം. പൊതു സ്വകാര്യ NGO മേഖലകളിൽ നിന്നുള്ള 250 സ്ഥാപനങ്ങൾക്ക് പുറമെ 87 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, അക്കാദമിക് വിദഗ്ധർ, ഗവേഷകർ, തീർത്ഥാടനകാര്യ ഓഫീസുകളുടെയും നയതന്ത്ര ദൗത്യങ്ങളുടെയും പ്രതിനിധികൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് ശക്തമായ പെരുമാറ്റച്ചട്ടങ്ങളുമായി ദുബൈ മെട്രോ രംഗത്ത്. അവ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയാണ് ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ദുബൈ മെട്രോയിലേക്ക് ഓടിക്കയറുക, ക്യാബിൻ മാറിക്കയറുക, കുട്ടികളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുക തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് കർശനമായ വിലക്കാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനാവശ്യ പിഴയിൽ നിന്നും രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ കൂടി യാത്ര എളുപ്പമാക്കാനും ദുബൈ മെട്രോ യാത്രക്കാർ ഈ പെരുമാറ്റച്ചട്ടങ്ങൾ അറിഞ്ഞു വെക്കുന്നതും നല്ലതാണ്.